ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ ഈ ദേഷ്യം വരുന്ന സമയത്ത് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്ന്. ആരോടും ഒരു വാക്ക് പോലും മറുത്തു പറയാൻ പാടില്ല എന്ന്. ജീവിതത്തിലെ ഒരു തീരുമാനവും നമ്മൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയുമോ? നമ്മുടെ ജീവിതം ചിലപ്പോൾ നശിപ്പിച്ച് കളയും. ഈ ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനമാണ് പല ബന്ധങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരുന്ന സ്വഭാവമാണോ? അങ്ങനെ ദേഷ്യം വരുന്നവർ ഈ കഥയൊന്ന് കേട്ടു നോക്കേ. അഥവാലും ഈ ഒരു കഥ കേട്ടിട്ട് ദേഷ്യം വരുവാണെങ്കിൽ ഈ കഥയിൽ ഒരു ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവനെ ഭയങ്കര ദേഷ്യമായിരുന്നേ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം. അങ്ങനെ ഒരു ദിവസം അവൻ്റെ അച്ഛൻ കുറച്ച് ആണികൾ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നോ അപ്പോഴൊക്കെ ഇതിൽ ഓരോ ആണി വീതം നമ്മുടെ ആ പുതിയ മതിലിൽ ഒന്ന് അടിച്ച് തറപ്പിക്കണം. ഓക്കെ, ചെയ്യാമെന്ന് അവനും. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ 37 ആണികളാണ് അവൻ അടിച്ചു വെച്ചത്. എന്താ അല്ലേ? അങ്ങനെ പതിയെ പതിയെ അവൻ്റെ ദേഷ്യം കുറഞ്ഞു വരാൻ തുടങ്ങി. അതോടെ ആണിയുടെ എണ്ണവും. അവന് മനസ്സിലായി ആണി അടിക്കുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കുന്നതാണിയെന്ന്. അങ്ങനെ പതിയെ പതിയെ അവൻ്റെ ദേഷ്യം നിയന്ത്രണത്തിൽ വരാൻ തുടങ്ങി. പൂർണ്ണമായും നിയന്ത്രണ വിധേയമായപ്പോൾ അവൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കിപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ നന്നായി കഴിയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വളരെ നല്ലത്. അതും പറഞ്ഞിട്ട് മകനെയും കൂട്ടി അവൻ ആണിയടിച്ച് മതിലിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ദേഷ്യത്തിൽ അടിച്ച് തറപ്പിച്ച ആണികളെല്ലാം ഒന്ന് പറിച്ചെടുക്കണം. അവൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം പറിച്ചെടുത്തു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിച്ചു, മോനെ, നല്ല വൃത്തിയുണ്ടായിരുന്നൊരു മതിലല്ലേ ഇത്? നീ ആണി അടിച്ചപ്പോൾ ഉണ്ടായ ആ ദോരം നീ എങ്ങനെ അടക്കും? ആ മതിലിൻ്റെ പഴയ ഭംഗിയൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവൻ കുറച്ചു നേരമൊന്ന് ആലോചിച്ചു. അതിനോടൊപ്പം തന്നെ അച്ഛൻ കൂട്ടിച്ചേർത്തു, ഇതുപോലെയാണ് മോനെ പല ബന്ധങ്ങളിലും നമ്മുടെ ദേഷ്യം കാരണം ഉണ്ടാകുന്ന വിള്ളലുകൾ നമുക്കൊരിക്കലും ചിലപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ദേഷ്യം വരുമ്പോൾ നമ്മൾ പലരോടും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും നമുക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ അത്രമാത്രം വലുതാണ്. ഇതൊരിക്കലും പഴയപടി ആക്കുവാൻ ആർക്കും സാധ്യമല്ല. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണക്കാൻ കഴിഞ്ഞെന്ന് വരും, പക്ഷേ നമ്മുടെ ദേഷ്യം കാരണം മനസ്സിലേൽക്കുന്ന മുറിവുകൾ ഉണക്കാൻ ഈ ഒരു ജന്മം മതിയായെന്ന് വരില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് നൈറ്റ്.